ഇനി നമുക്ക് ബ്രെഡും റവയും ഉപയോഗിച്ച് എളുപ്പത്തിൽ എങ്ങനെ വട തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 കഷ്ണം ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വീറ്റ് ഫ്ലോറിൻ്റെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡ് എടുക്കാം. നമുക്ക് ഈ ബ്രെഡ് കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ബ്രെഡിൻ്റെ പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് റവയും ചേർത്ത് കൊടുക്കാം. റവ ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. എല്ലാം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. സവോള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1-2 പുതിനയിലയാണ്. പുതിനയില ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ്. കായത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊരു മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ തൈരിൻ്റെ നനവ് കൊണ്ട് തന്നെ നമുക്ക് ഈ പൊടിയൊന്ന് ശരിക്കും കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ശരിക്കും വെള്ളം കുറവുണ്ടെങ്കിൽ അല്പം വെള്ളം നമുക്ക് ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ വെള്ളമായിട്ട് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ചേർക്കരുത്. അപ്പോൾ നമ്മൾ അതൊരു ഡോ പോലെ ശരിക്കും ഒന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ വടയ്ക്കുള്ള മാവ് റെഡിയായി. ഇത് കുഴച്ച് വെച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതിലേക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കയ്യിലേക്ക് അല്പം എണ്ണ തൂത്തിട്ട് നമുക്ക് ഓരോ ഉരുള മാവായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് കൈവെള്ളയിൽ വെച്ച് പരത്തിയിട്ട് നടുക്കൊരു ഹോളിട്ട് കൊടുക്കാം വടയുടെ ഷേപ്പിൽ. നമുക്ക് എന്നിട്ട് ഈ വട നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഒരു തുള്ളി എണ്ണ വീതം ഒരു പ്രാവശ്യം കയ്യിൽ തൂത്തിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാ മാവും നമുക്ക് ഇതുപോലെ വടയുടെ ഷേപ്പിലാക്കിയെടുക്കാം. ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ശരിക്കും ഒരു വശം വെന്തതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. അതിന് 2 വശമൊന്നും മുരിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈ വട ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഈ വട കഴിക്കാനും നല്ല ഇഷ്ടമാണ്. കുട്ടികൾക്കൊക്കെ ഇത് സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.